കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ദുചൂടൻ വീണ്ടും വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഓണത്തിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തു വെച്ചതാണ്. 2-3 ദിവസത്തെ വ്ളോഗ് ഞാൻ ഒരു ദിവസമായിട്ട് എഡിറ്റ് ചെയ്ത് ഒരു 11 മിനിറ്റ് 10 മിനിറ്റിൽ ചുരുക്കിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഓരോ ദിവസം നമുക്ക് കുറേ ഒന്നും എടുക്കാണ്ടായില്ല, കുറച്ച് ക്ലിപ്പ് ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ ഓണത്തിന് സദ്യ ഒരുക്കിയിട്ട് ദൈവങ്ങൾക്ക് വിളമ്പാണ്. വിളക്കത്ത് വിളമ്പാന്നാണ് ഇവിടെ പറയുക. നമ്മളെല്ലാവരും ഇങ്ങനെ അവർക്ക് അമ്മ അപ്പം ചെയ്യണമില്ല, വെള്ളമൊക്കെ കൊടുത്ത് പൂവൊക്കെ ഒഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും. അത് നമ്മളെല്ലാ വിശേഷ ദിവസവും ചെയ്യണതാട്ടോ. ഇത് പിന്നെ ചേച്ചിയും കുട്ടികളൊക്കെ വന്നപ്പോൾ അവർ കൊടുത്ത ഉടുപ്പാണിത്, സ്വത്തുവിൻ്റെ. ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവൾക്ക് ഓണം ഭയങ്കര കോളായിരുന്നു. ഒരു 7-8 ജോഡി ഡ്രസ്സൊക്കെ അവൾക്ക് ഓണത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്വത്തുവാണെങ്കിൽ കുറേ ഉടുപ്പ് ഇങ്ങനെ മാറി. രാവിലെ ഒരു ഉടുപ്പ് രാവിലെ കൊടുത്തത് അവളുടെ അച്ചാച്ചൻ്റെ വകയാണ് ഇട്ടിരുന്നത്, ഇത് അമ്മായിയുടെ വകയാണ്. അങ്ങനെ 2 ഉടുപ്പ് ഇപ്പം മാറി ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. പിന്നെ ഓണത്തിന് എല്ലാവരും അടിച്ച് പൊളിച്ചോ. ഈ പ്രാവശ്യത്തെ ഓണം ഇതേ പോയി ഒരു ഓണമായിരുന്നു അല്ലേ. പെട്ടെന്ന് ഓണം വൈബ് അങ്ങോട്ട് കഴിഞ്ഞ പോലെ ഉണ്ടായി. നമ്മളിവിടെ അസലായിട്ട് സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. ഞാൻ വൈകുന്നേരം വീട്ടിലെത്തി പിറ്റേത്തെ വീഡിയോ ആണിത്. ഇത് അവളുടെ അമ്മാമ്മ വാങ്ങിക്കൊടുത്ത എത്രാമത്തെ ജോഡിയോ 2-ാമത്തെ 3-ാമത്തെ ജോഡി ഉടുപ്പാ തോന്നുന്നുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ ഒരു പട്ടുപാവാട ഇട്ടിരുന്നു ഓണത്തിൻ്റെ വൈകുന്നേരം തന്നെ. പിറ്റേന്ന് ഞങ്ങൾ ഈ ധൃതി പിടിച്ച് പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, എൻ്റെ സ്വന്തം നാടായ, എൻ്റെ സ്വന്തം നാടല്ല എൻ്റെ അമ്മമ്മയുടെ നാട്ടിലേക്കാണ്. എൻ്റെ സ്വന്തം നാട് ഇവിടെ തന്നെയാണ്, പക്ഷെ ഞാൻ വളർന്നതെല്ലാം അമ്മമ്മയുടെ നാട്ടിലാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അമ്മൂമ്മയ്ക്കൊക്കെ വയസ്സായതല്ലേ, അപ്പോൾ നമ്മൾ വർഷത്തിൽ 1-2 തവണയാണ് അവരുടെ അടുത്ത് പോവുള്ളൂ. ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലാണ് ഞാനൊക്കെ പോവുള്ളൂ. കല്യാണത്തിന് ശേഷം, കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവുമായിരുന്നു കേട്ടോ. അവിടുത്തെ സ്ഥിരം കുറ്റി തന്നെയായിരുന്നു ഞാൻ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കൂടി, നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടൊന്നും ഓടിച്ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അതായത് ട്രെയിനിലെ കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ട്രെയിനിൽ പോയി നമ്മൾ കുറേ പോസ്റ്റ് അടിച്ചു കേട്ടോ ട്രെയിനിൽ. നമ്മൾക്ക് ഇതിനേക്കാട്ടിലും വേഗം ബസ്സിൽ പോയാൽ എത്തുമായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ തോന്നി. കാരണം ഒരു 2 മണിക്കൊക്കെ നമ്മൾ എത്തേണ്ട, നമ്മൾ 4 മണിയായി. അതുവരെ നമ്മൾ ഇങ്ങനെ ട്രെയിൻ പിടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ശോകമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പിന്നെ ആകെ സമയം പോകാനുണ്ടായ ഒരാൾ സ്വത്തുവാണ്. സ്വത്തു കളിച്ചും ഉരുണ്ട് മറിഞ്ഞും അങ്ങനെ അവിടെ നിന്നും സ്വത്തുവിൻ്റെ കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തത്. നമ്മുടെ ഷൊർണൂർ ഭാരതപ്പുഴയിൽ നമ്മൾ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവുകയാണ് ഗെയ്സ്. അങ്ങനെ നമ്മൾ എവിടെത്തി, ആലുവയിലെത്തി. നമ്മളിതാ പുതിയ ബാഗ് വാങ്ങിയ ബാഗാണ് ഞാൻ കാണിച്ചത്. അവിടെ എത്തിയത് എൻ്റെ ബാഗിൻ്റെ പണിക്കുറ്റം തീർന്നു. പിന്നെ ആ ബാഗ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ 600 രൂപ കൊടുത്തൊരു ബാഗ് വാങ്ങി. അത് പിന്നെ നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. എന്തിനാണല്ലേ, വീട്ടിലേക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിടെ കുട്ടികൾ പറഞ്ഞ് കുഴിമന്തി മതിയെന്നാണ്. അപ്പോൾ നമ്മളൊരു ഫുൾ കുഴിമന്തി ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ 2 ലൈമും കുടിച്ചിട്ട് നിൽക്കുകയാണ്, യാത്രാക്ഷീണം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ കുഴിമന്തിയൊക്കെ വാങ്ങി. കുഴിമന്തി വാങ്ങിയപ്പോൾ 850 രൂപയെ. എൻ്റെ കണ്ണങ്ങ് തള്ളിപ്പോയി. 810 രൂപയാണ് കുഴിമന്തിക്ക് ഫുള്ളിന്. നമ്മുടെ ഇവിടെ ഷൊർണൂർ ഒറ്റപ്പാലത്തൊന്നും ഇത്ര വരുന്നില്ല, 810 വരുന്നില്ല. എന്തായിക്കോട്ടെ, എപ്പോഴെങ്കിലല്ലേ പിള്ളേർക്ക് വാങ്ങിക്കൊണ്ട് പോവുള്ളൂ എന്ന് വിചാരിച്ചു. ഇത് സ്വത്ത് ചെരുപ്പിടാതെ കേട്ടോ നടക്കണത്, വേറെ ഒന്നല്ല. അവൾ ട്രെയിനിലൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. അപ്പോൾ ഞാൻ ചെരുപ്പ് ഊരി വെച്ചിരുന്നു. പക്ഷേ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ സ്വത്തുവിനെ അറിയാതെ അവൾ നിലത്ത് നിർത്തിയതാണ്. പിന്നെ അവൾ എന്ത് ചെയ്തോ ഞങ്ങളുടെ എടുക്കാൻ സമ്മതിക്കണില്ല കേട്ടോ. അവർ 2 ആളും ഒളിച്ചും പാത്തും കളിക്കുകയാണ് ഗെയ്സ്. അങ്ങനെ പിന്നെ നമ്മൾ ഫൈനലി നമ്മുടെ കിഴക്കമ്പലത്തെത്തി. ഇവിടെയൊക്കെ ആകെ മാറിയുണ്ട്, ഒത്തിരി നാൾക്ക് ശേഷം വരുന്നത് കൊണ്ടാണ് എന്ന് തോന്നുന്നു. ആകെ ഒന്നാമത് റോഡുകളില്ല എന്നല്ല, കടകളൊന്നും തുറന്നിട്ടില്ല. നബിദിനായിരുന്നു, ഓണത്തിൻ്റെ പിറ്റേന്ന് തന്നെ നബിദിനായിരുന്നല്ലോ. നമ്മുടെ ഇവിടെ കിഴക്കമ്പലം ഭാഗത്തൊക്കെ മുസ്ലിംസിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ആഘോഷമാണ് നബിദിനമൊക്കെ. നമ്മുടെ ഷൊർണൂർ ഒറ്റപ്പാലം ഭാഗത്ത് അങ്ങനെ ഞാൻ ഈ നബിദിനത്തിൻ്റെ അത്ര വലിയ ആഘോഷ പരിപാടികളൊന്നും കണ്ടിട്ടില്ല. ഉണ്ടാവും, പക്ഷെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. കിഴക്കമ്പലത്ത് നല്ല പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അവിടെ ലഡ്ഡു, മിഠായി, പായസം അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കിട്ടി. പിന്നെ നെയ്ച്ചോറ്, ബീഫ് അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെന്നതും കുശാലായിരുന്നു. നമ്മൾ
ഓട്ടോറിക്ഷയിൽ വിളിച്ചേട്ടാ പോയത്. നമ്മൾ ബസ് കാത്തുനിന്ന കുറേ സമയം വഴുകും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇന്ന് പോയിട്ട് പിറ്റേന്ന് വരുന്ന ഒരു രീതിക്കാണ് പോണത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം അധികം അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ത്വര കാരണം നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചാണ് പോയത്. ഈ പോണ വഴിക്ക് തന്നെയാണ് നമ്മുടെ കിറ്റക്സിൻ, അന്ന അലൂമിനിയം, സാറാസ്, അങ്ങനെ കുറേ ഇതുള്ളത് കേട്ടോ. ഇതെന്താ വിഷ്വലാണെന്നാവോ, ഇത് ഞാൻ സ്വത്തൂട്ടിയുടെ അടുത്തപ്പോൾ അറിയാതെ ഇതിൻ്റെ ഇടയിൽ പെട്ടതാണ്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ കാണുന്നത്, സോറി ഗൈസ്. അങ്ങനെ സ്വത്തൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓട്ടോറിക്ഷ കയറിയപ്പോൾ സ്വത്തൂട്ടിക്ക് മാത്രമായിട്ടൊരു സീറ്റ് കിട്ടി. ആ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഓട്ടോമാമനാണെങ്കിൽ ഇവളെയും പിടിക്കാനും പറ്റില്ല, ഞങ്ങളെയും കൊണ്ട് സ്വത്തൂട്ടി സമ്മതിക്കണമില്ല കേട്ടോ. അങ്ങനെ സ്വത്തുട്ടി ഞങ്ങൾ ആകെ കുഴപ്പിച്ചിരിക്കുകയാണ്. സ്വത്തുട്ടി വീഴാനൊക്കെ പോയിരുന്നു, പക്ഷെ ഞങ്ങൾ പിടിച്ചു ഇരുത്തി അവളെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് കുറച്ച് ദിവസമായിട്ട് സമയം കിട്ടിയില്ല. ഈ ഓണത്തിൻ്റെ പാച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഇങ്ങോട്ട് വന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ നമുക്ക് പുതിയത് സ്റ്റിച്ച് ചെയ്യണ കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് സമയം കിട്ടണ സമയം ഞാൻ അതിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. പിന്നെ സ്വത്തൂട്ടിക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് ചെറിയ പനിയുണ്ട്. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ മരുന്നിൻ്റെ സഡേഷൻ വിട്ട് കഴിയുമ്പോൾ കുറച്ച് വാശിയൊക്കെ വരുന്നുണ്ട് അവൾക്ക്. അപ്പോൾ അതുകൊണ്ടും അവളുടെ ഒപ്പമാണ് ഞാൻ കൂടുതൽ സമയം ഇപ്പോൾ സ്പെൻഡ് ചെയ്യണത്. ഞാൻ ശരിക്കും ഫോണിൽ തന്നെ നോക്കാറില്ല ഇപ്പോൾ. അപ്പോൾ ഇതാണ് സ്വത്തൂട്ടിക്ക് കിട്ടിയ സീറ്റ് കേട്ടോ. ഇവിടെ നിന്ന് അവൾ അനങ്ങണില്ല. അവളിനെ കുറേ വിളിച്ചു മടിയിലിരുത്താമെന്ന്, പക്ഷെ അവൾ സമ്മതിക്കണില്ല. ഇങ്ങനെ ഇരിക്കണതുകൊണ്ട് വേറെ ഒന്നുമല്ല, അവൾ കുറച്ചും കൂടി വലുതായെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അവൾക്ക് അറിയാം ബാലൻസ് ചെയ്യാൻ. ഇപ്പോൾ അവൾക്ക് അറിയില്ലല്ലോ. ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ടറിലും ഒക്കെ ചാടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ്. അവൾ ഭയങ്കര സ്റ്റൈലൊക്കെ കാണിച്ചിട്ടാണ് ഇരുത്തം. സ്റ്റൈലിന് പിന്നെ നമുക്ക് ഒരു കുറവുമില്ല. എവിടെ ചെന്നാലും ഭയങ്കര സ്റ്റൈൽ കാണിക്കലാണ് അവൾ. കണ്ടില്ലേ, പുതിയ വീടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനൊക്കെ ഇതിനെ പോണത്, ഞാൻ 10ാം ക്ലാസ് വരെയൊക്കെ ഈ റൂട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതാണ് അമ്മൂമ്മയുടെ വീട്. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. കുട്ടികളും കുറേ, അതായത് ചിറ്റന്മാരും അവരുടെ കുട്ടികളും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. ഓണതായതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് അപ്പൂമ്മന് 10 മക്കളാണ്. അപ്പോൾ 10 മക്കളും എത്തിയിട്ടില്ലെങ്കിലും കുറച്ച് പേര് പറ്റണവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അന്ന് വൈകുന്നേരത്തെ എന്തോ ഒരു ക്ലിപ്പ് അമ്മ എടുത്തതാണ് തോന്നുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഫുൾ ബിസിയായി. എനിക്കിങ്ങനെ എല്ലാവരുമായിട്ട് നോക്കുമ്പോൾ എനിക്ക് അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. എനിക്കിങ്ങനെ വീഡിയോ എടുക്കേണ്ട ഇഷ്ടമല്ല എന്നല്ല, എനിക്കങ്ങനെ പോവാറില്ല. വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്ത പോകാറില്ല. അവരുടെ ഒപ്പം കളിച്ച് ചിരിച്ചിരിക്കാറാണ് ഞാൻ കൂടുതൽ പതിവ്. അപ്പോൾ ഇതൊക്കെ വല്യമ്മമാരാണ്. അങ്ങനെ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവർ വന്നതാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ഇവിടെ കുട്ടിപ്പട്ടാളംസൊക്കെ കൂടിയിരുന്ന് ചെസ്സ് കളിക്കലും കഥ പറച്ചിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം പോയി. ഞാനൊക്കെ തല തിരിഞ്ഞിരിക്കുകയാണ് ഗെയ്സ്. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മളിതാ ഇവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങുകയാണ്. ഭയങ്കര വിഷമമുള്ളൊരു കേസാണ്. ഒരു ദിവസം ഇവരുടെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്നെയും എൻ്റെ അമ്മേനെയും ഞങ്ങളാക്കിയത് ഇവരാണ്. ഇവരുടെയൊക്കെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ആയത്. മരണം വരെ ഇവരൊന്നും ഞാൻ മറക്കില്ല. ഇവരുടെ എല്ലാ ആവശ്യത്തിനും എനിക്ക് ഓടിച്ചെല്ലണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എൻ്റെ അമ്മൂമ്മ, എൻ്റെ മാമനാണ് എന്നെ എത്രയും നാൾ വളർത്തിയതും എല്ലാം. എൻ്റെ ഓരോ ആവശ്യങ്ങളും അവരാണ് കണ്ടറിഞ്ഞ് ചെയ്തതും. അമ്മൂമ്മയ്ക്ക് പറ്റുന്നവർ അമ്മൂമ്മയാണ് എല്ലാം ചെയ്തിരുന്നത്. പിന്നെ അമ്മൂമ്മയ്ക്ക് വയ്യാതായപ്പോൾ മുതലാണ് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതാ കുട്ടിപ്പട്ടാളംസൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മാമന് ക്ലിയർ. ഇതാണ് മാമൻ. ഇത് ചിറ്റയുടെ മോള, ചെറിയ പൊടിക്കുഞ്ഞ് ചിറ്റമാരൊക്കെ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് അപ്പൂൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞു വീട്ടിൽ ഒത്തിരി പേരുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരു അകൽച്ച ഉണ്ടാവില്ല. എല്ലാവരും ഒപ്പം പരസ്പരം സ്നേഹിക്കാനും പൊരുത്തപ്പെട്ട് പോകാനും കഴിയും. അത് ഉറപ്പുള്ള കേസാണ്. അപ്പോൾ അതാ നമ്മുടെ റോഡ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഇനി അടുത്തൊരു വരവിനെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് എന്നാ പോകാൻ പറ്റുകയെന്നൊന്നും അറിയില്ല. എന്തായാലും പോകുമ്പോൾ എല്ലാവരും കൂടി വരും. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും സന്തോഷം. നമ്മൾ വരണ്ടെന്ന് അറിയുമ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അവരും കൂടെ ഉണ്ടാവുമല്ലോ വീട്ടിൽ.
ആൻറ്റി ഒന്നും വീട്ടിൽ പോവാതെ ആൻറ്റിയുടെ വീട്ടിൽ പോവാതെ ഞങ്ങൾ വരണ്ട് പറഞ്ഞിട്ട് തിരുവോണത്തിനൊന്നും പോവാണ്ട് ഇരിക്കുകയായിരുന്നു. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് അതൊക്കെയാണ് നമ്മുടെ സമ്പത്തല്ലേ. നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കാണാനും നമ്മൾ വരണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ കാത്തിരിക്കാനും എല്ലാവരും ഉണ്ടാവുക, അതൊക്കെയാണ് നമുക്ക് ഈ ജീവിതത്തിൽ വേണ്ടത്. അല്ലാതെ കുറേ സ്വത്തോ പണമോ കാശോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. പരസ്പരം സ്നേഹിക്കുക, ഒന്നും ആഗ്രഹിക്കാതെ സ്നേഹിക്കുക. അപ്പോൾ അതങ്ങനെ നമ്മൾ തിരിച്ച് ബസ്സിലാണ് കേട്ടോ വന്നത്. ട്രെയിനിൽ വന്ന് നമുക്ക് ആകെ തിരക്കായിരിക്കും. പിന്നെ ഒന്നാമത് സമയം ഒത്തിരി വൈകും. നമ്മൾ ഇങ്ങോട്ട് വന്നത് ബസ്സിനാണ്. 5:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീടെത്തി. അങ്ങനെ പിറ്റേന്ന് ഞാൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഓണം. നിങ്ങളെല്ലാവരും ഓണം അടിച്ച് പൊളിച്ചോ? എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ നമുക്ക് വരാം. എന്നാ ഇടാമെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് നീ നെക്സ്റ്റ് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വരാമെന്ന്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.